6,20,000 രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക് AMD ഗിയർ ബോക്സ് വരുന്ന വണ്ടി ബ്രസ ഓഫർ വേണോ? നിങ്ങൾ കുറച്ചൊന്ന് കാത്തുക്കണം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അസൻ ഖാൻ എടുത്ത് വന്നിട്ടുണ്ട്. അസൻ ഖാൻ 2 മാസമായാലും നമ്മളൊക്കെ മറന്നോ? ഞങ്ങള് വണ്ടി സ്റ്റോക്ക് കുറവായിരുന്നു. കാരണം അസൻ ഖാന്റെ വീഡിയോക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബസ് തന്നെ കാണിച്ചു തരാം. 2014 ഡീസൽ സ്വിഫ്റ്റ് എത്ര കൊടുക്കുക? 3,60,000 സെക്കൻഡ് ഓണർഷിപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ആൾട്ടോ 800 കണ്ടങ്ങൾ 2017 ഈ ഒരു ആൾട്ടോ 800 തരാൻ പോകുന്നത് 2,30,000 രൂപ. അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ 2011 വാഗ്നർ തരാൻ പോകുന്നത് വെറും 1,80,000 രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല. 2017 കിഡ് നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എത്ര വയ്ക്കുന്നത്? 2,10 ഫൈനൽ പ്രൈസ് ആണ് വരുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. ഇതാ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പ കളക്ഷൻ വരുന്നുണ്ടല്ലേ? 6 വണ്ടിയുണ്ട്. മാക്സിമം ബഡ്ജറ്റ് കാറുകളാണുള്ളത്. അപ്പൊ അസൻ ഖാൻ എടുത്തത് കുറച്ച് ലൈറ്റ് ആണെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് നല്ലൊരു ടൈമാണ്. അസൻ ഖാൻ നമ്മൾ പൊളിക്കാനാണ്. ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്ത്. തൃശ്ശൂർ റോഡ്, കൊണ്ടോട്ടിന്ന് യൂണിവേഴ്സിറ്റി റോഡ്, തിരൂരിന്ന് കാലിക്കറ്റ് റോഡ്. ഓക്കെ. മാക്സിമം ബഡ്ജറ്റ് കാറുകളാണുള്ളത്. മാക്സിമം പറഞ്ഞാൽ ഇയോണൊക്കെ 2013 മോഡൽ ഇയോൺ എത്ര വരുന്നത്? 1,00,000 രൂപ. അപ്പൊ എന്തായാലും വീഡിയോ തുടങ്ങാൻ പോവാണ്. വർത്താനം പറഞ്ഞിട്ട് ലാഗൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പം വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യല്ലേ? അസൻ ഖാൻ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ അസൻ ഖാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ എടുത്ത് ചാടി വണ്ടി എടുക്കരുത്. കാരണം നിങ്ങൾ വണ്ടി എടുക്കാൻ മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസൻ ഖാൻ, ഞാൻ നിങ്ങളോട് സംഭവം ചോദിച്ചിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരാൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഒരു 2-3 പെർഫ്യൂം വന്നിട്ട് പറഞ്ഞു. ഒരു പാവം മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് തോന്നി. കാരണം പെർഫ്യൂം ഏകദേശം ഒരു 3-4 ബ്രാൻഡാണ് എനിക്ക് കൊണ്ടുപോയി തന്നത്. ഞാൻ എന്തായാലും ഇത് കാണിക്കുക. ഒരു പെർഫ്യൂമിന് 300 രൂപയാണ് വരുന്നത്. ഞാൻ അത് പെർഫ്യൂം വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. നല്ല സ്മെല്ലും കാര്യങ്ങളും. 2 ദിവസം മിനിമം ഐസിട്ട് പോവുകയാണെങ്കിൽ 2 ദിവസം സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു നമ്പർ ഞാൻ പെർഫ്യൂമിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അസം കഴിയുമ്പോൾ ബസ് തന്നെ ആ ഒരു സ്വിഫ്റ്റ് ഓഫർ വണ്ടി തന്നെ തുടങ്ങാം. 2014 മോഡലാണ്. ഡീസൽ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 1,13 ഓടിയിട്ടുണ്ട്. 1,13 റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ലാസ്റ്റ് 3,60. ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് അടക്കം 3,60. എത്ര ലോൺ കയറും? ഏകദേശം ഫുൾ ലോൺ കയറും. ചെറിയ മാറ്റം ഉണ്ടാവും. ഇയറിന്റെ ആവുകൊണ്ടേ ചിലപ്പോൾ ചെറിയ 10-20 മാറ്റം വരും. ലോണില്. ഈ ഒരു സ്വിഫ്റ്റോ? അത് ഡിസയർ 2013 സിംഗിൾ ഓണർ. 2013 സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ അല്ലേ വരുന്നത്? സർവീസ് അതായത് വീഡിയോ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 1,4 കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? പ്രൈസ് ആണ് വരുന്നത്? അത് 3,65 കൊടുക്കാം. 3,60,000. എത്ര ലോൺ കയറും? 3,4 വരെ ലോൺ ചെയ്തു. 3,4 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ആ ഒരു കിട്ടോ? ആ കിഡ് 2016-17 റേസർ RXL. 2016-17 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,5 ഓടി. 1,5. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത് ഫൈനൽ? 2,10 ഫൈനൽ. 2,10 ഫൈനൽ. എത്ര ലോൺ കയറാം? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ് എന്തത്? 2014-15. ഏതാ ഓപ്ഷൻ വരുന്നത്? മാഗ്ന പ്ലസ് ആണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10 ഓടി. 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? പ്രൈസ് തന്നെ വരുന്നത്? ഇത് നമുക്ക് 1,80 കൊടുക്കാം. 1,80,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 1,60 വരെ ഫൈനാൻസ് ചെയ്തു. ഓക്കെ. ഈ ഒരു വാഗ്നറോ? ഇത് 2010-11 റേസർ. 10-11 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. 1 സംതിങ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1,80 കൊടുക്കാം. 1,80,000. എത്ര ലോൺ കയറും? ശ്രീരാമതിമ കയറുള്ളൂ. 1,15 രൂപ ലോൺ ചെയ്തു. 2010 ആയതുകൊണ്ടല്ലേ? ഓക്കെ. 10-11 റേസർ ഉണ്ട്. ഓക്കെ. ഈ ഒരു ആൾട്ടോ 800? അത് 2017 സിംഗിൾ ഓണർ വണ്ടി. 2017 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 64,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2017 സിംഗിൾ ഓണർഷിപ്പ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2,35,000 രൂപ. 2,35,000. ആ ഇന്ത്യയിലൊന്ന് കാണിച്ചു കൊടുക്കും. 2,35,000 രൂപ. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ റിഡ്സ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. ZXi 2014 പെട്രോൾ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ്. 78,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 3,60 കൊടുക്കാം. എത്ര ലോൺ കയറും?
3,400 രൂപ വരെ ഫൈനാൻസ്. 3,400. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ റിഡ്സ് 2014 ZXi എടുക്കാം. ഓക്കെ. എത്തിയോസ് ലീവ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2016 പെട്രോൾ. 2016 പെട്രോൾ റീവണ്ടിയാണ്. റീ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് കിലോമീറ്ററോ? 95,000 കിലോമീറ്റർ. 95,000 കിലോമീറ്റർ. ആ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2016 പെട്രോൾ ആണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3,10 കൊടുക്കാം. 3,10. എത്ര ലോൺ? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? ആ സ്വിഫ്റ്റ് 2012 വീഡിയോ. 2012 ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 93,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഡിക്കി ഗ്ലാസ് മാറി. ഡിക്കി ഗ്ലാസ് വേറെ ഒന്നുമില്ലല്ലോ. പ്രൈസ് ഏതായിരുന്നു ലാസ്റ്റ്? പ്രൈസ് ലാസ്റ്റ് 3,400 കൊടുക്കാം. 3,25,000 രൂപയ്ക്ക് 2012 ഡീസൽ സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഒരു നിസാൻ മൈക്രോ ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2016 മോഡലാണ്. 2016. അതെ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ. 40,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 2,90 കൊടുക്കാം. ഫുൾ ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ? ഫുള്ള് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ അത് 2017 മോഡൽ. 2017 LXi. ഓൺഷിപ്പ് വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,700 ഓടി. 1,700. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2,30 കൊടുക്കാം. 2,30,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ആൾട്ടോ ഇത് എമൗണ്ട് വരുന്നത്? ഇത് 2010 LXi. 2010 LXi. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? 95,000 രൂപ കൊടുക്കാം. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90 മേലെ 96,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് 95 രൂപ. 90 രൂപയ്ക്ക്. 95 രൂപ. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2010 മോഡൽ. 2010 മോഡൽ LXi. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ. കിലോമീറ്ററോ? കിലോമീറ്റർ 80 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്. പ്രൈസ് വരുന്നത്? ഇത് 1,20. 1,20,000. ഓക്കെ. ഈ ഒരു ആൾട്ടോ അത് 2010 തന്നെ. 2010 LXi. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,500 കൊടുക്കാം. 1,05,000. ഓക്കെ. ഈ ഒരു കിഡോ അത് 2016-17 RXT ആണ്. മറ്റേ RXL ഇത് RXT ആണ്. RXT ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 800 cc അല്ലേ വരുന്നത്? പ്രൈസ് ആണ് വരുന്നത്? ഇത് 2,400. 2,25,000. ലോണോ? ലോൺ ഫുൾ ചെയ്ത് കൊടുക്കും. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റൻ്റെയോ? ഇത് 2013 സ്പോർട്സ്. 2013 സ്പോർട്സ്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 1,40 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,90. 2,90,000 രൂപയ്ക്ക് 2013 ഡീസൽ സ്പോർട്സ് വണ്ടികൾ സ്വന്തമാക്കാം. ലെവലും കാര്യമൊക്കെ ചെയ്ത വണ്ടി. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 14-15 രജിസ്ട്രേഷൻ VDI. 2014-15 രജിസ്ട്രേഷൻ VDI ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,16. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് 3,90 കൊടുക്കാം. 3,90,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3,60 ഫൈനാൻസ്. 3,60 വരെ ഫൈനാൻസ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഒന്നും ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ. ഈ സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 VXi പെട്രോൾ. VXi പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ 1,10 ഓടി കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറാട്ടോ ഈ കളർ. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 4,95 കൊടുക്കാം. 4,95,000 രൂപയ്ക്ക് 2018. ഓക്കെ. 2012 സ്വിഫ്റ്റ് 4,95. ഓക്കെ. ഈ ഒരു വാഗണർ എങ്ങനെ? ഇത് 2014 VXi. 2014 VXi. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 69,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? 3,30. 3,30,000. എത്ര ലോൺ കയറും? 3 രൂപ ഫൈനാൻസ്. 3 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു വാഗണറോ? 14 VXi. രണ്ടാമത്തെ ഓണർഷിപ്പാണ് കമ്പനി സർവീസ് ഉണ്ട്. പ്രൈസ് വരുന്നത്? പ്രൈസ് 3,30. 3,30,000. എത്ര ലോൺ കയറും? 3 രൂപ ഫൈനാൻസ് ചെയ്ത് 3 രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു വാഗണറോ? അത് 15 VXi. 2015 VXi. ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരേ കാറ്റഗറിയിൽ വരുന്ന വണ്ടി ഒരുപാടുണ്ടല്ലേ. 2015 VXi ആണ്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. കിലോമീറ്റർ 82,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 3,55 കൊടുക്കാം. 3,55,000. എത്ര ലോൺ കയറും? 3,400 ഫൈനാൻസ് ചെയ്തു. 3,400 വരെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫോണിന്റെ എക്കോസ്പോർട്ട് വരുന്നുണ്ട്. എക്കോസ്പോർട്ട് 15 ടൈറ്റാനിയം പ്ലസ്. 2015 ടൈറ്റാനിയം പ്ലസ് ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4 ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,36. റീപ്ലേസ്മെന്റ് പ്രൈസ് ഇല്ല. പ്രൈസ് വരുന്നത്? പ്രൈസ് 4,35. 4,30,000. എത്ര ലോൺ കയറും? 4 രൂപ ഫൈനാൻസ്. ഒരു 35,000 ഉണ്ടെങ്കിൽ 2014 അല്ലേ വണ്ടി ഇവിടെ നടക്കാം. വെന്യൂ എങ്ങനെ ഡീറ്റെയിൽസ്? 2019 സിംഗിൾ ഓണർ. 2019 സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ്. ഫുൾ ഓപ്ഷൻ ആണോ വരുന്നത്? ഫുൾ ഓപ്ഷൻ SX. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 49,000 പ്രോപ്പർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്. പ്രൈസ് ആണ് വരുന്നത്?
ഇത് 7.25 രൂപ കൊടുക്കാം. 7.25, 7,70,50,000. എത്ര ലോൺ കയറും? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു പൈസയും 1 ലിറ്റർ ഇഞ്ചാണ് വരുന്നത്. GDI ഉണ്ടായി വെന്യൂ 2019 സിംഗിൾ ഓണർഷിപ്പ് പെട്രോള് ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയല്ല. 7,70,50,000 ഫുൾ ലോണിലാണ് തരാൻ പോകുന്നത്. എക്കോസ്പോർട്ട് എങ്ങനെ ഡീറ്റെയിൽസ്? 2014-15 റേസറാ. ഡീസൽ ഡീസലാണ്, ടൈറ്റാനിയം, സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 84,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 4,10 ഫൈനൽ. 4,10,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നിങ്ങളുടെ മാസ്റ്റർ പീസ് ആണ് സ്കോർപിയോ. ഇത് 2011 മോഡല്. 2011 മോഡല്. എംഒക്ക് ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 3ാമത്തെ ഓണർഷിപ്പ്. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,24. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് 3,20. 3,20,000. എത്ര ലോൺ കയറും? ശ്രീരാമ കയറുള്ളൂ 2,4-2.5 2,4-2.5 എന്തായാലും കയറും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇനോവ. ഇനി ഇനോവന്റെ ഒരു ചാകരല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞുണ്ട്. ഇതേതാ മോഡൽ വരുന്നത്? കേരളാണോ അല്ല റിയാണോ? വണ്ടിയാണ്. 2010 G4. 8 സീറ്ററാ? 7 സീറ്റർ. 7 സീറ്റർ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 2.5 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറി. ഓക്കെ. പ്രൈസ് തന്നെ വരുന്നത് ലാസ്റ്റ്? 4,10 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു. 4,10 ഫുൾ കവർ 4,10 ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് 2010 കൊടുക്കാം. 4 രൂപ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ റിനോൾട്ടിന്റെ ഡസ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2016 സെക്കൻഡ് ഓണർഷിപ്പ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.6 ഓടിന്റെ 85 വാട്ട. 1 ടൺ അല്ല, 85 ആണ് വരുന്നത്. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. 2016 അല്ലേ പറഞ്ഞത്? എത്ര ഓട്ടോ ഓടിക്കണേ? 1.6 ഓടി. 1.6. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 4,90 കൊടുക്കാം. 4,90. എത്ര ലോൺ കയറും? ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന XUV 2012 W8. 2012 ആണ് വരുന്നത്. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,70 ഓടിന്റെ കമ്പനി സർവീസ്. ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ഫൈനലി? പ്രൈസ് ഫൈനൽ 4,15 രൂപയ്ക്ക് ഫൈനൽ. 4,25,000. എത്ര ലോൺ കയറും? 3,45 ഫൈനാൻസ് ചെയ്യാം. അതായത് ഒരു 50,000 വേണ്ട വണ്ടി 2012 XUV W8 ഇറക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഇനോവ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2008 ഒറിജിനൽ കേരള V ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള ആണ്. G4 അല്ലേ വരുന്നത്? ഓണർഷിപ്പോ? ഓണർഷിപ്പ് 5 ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,90. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3,90 കൊടുക്കാം. 2008 ഒറിജിനൽ കേരള 28 പേപ്പറിലുണ്ട്. 3,90 2008 ഒറിജിനൽ കേരള ഇനോവ കൊടുക്കാം അല്ലേ? ടൈപ്പ് 4. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഇനോവ 2015 G4 ആണ്. 2015 G4 റിയ അല്ലേ വരുന്നത്? റിയ ആണ്. ഓണർഷിപ്പോ? 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഇന്റർകൂളർ ഇഞ്ചാണ് വരിക. ഇത് കിലോമീറ്റർ 1,36 ഓടിക്കണം. 1,36. ജെന്യൂൻ ആകാൻ ചാൻസ് കുറവല്ലേ? അതർ സൈഡ് വണ്ടിയല്ല. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 7,85,000 രൂപ. 7,85,000 വണ്ടി കേട്ടോ. 2015 ഇനോവ 7,85,000. 1,000 രൂപ ഫൈനാൻസും ചെയ്യാം വിത്ത് കേരള നമ്പറിൽ. ഓക്കെ. ഒരു 35,000 രൂപ വണ്ടി കൊടുത്ത് നടക്കാം. ഓക്കെ. ഈ ഒരു ഇനോവ ഇത് 2013 V ആണ്. 2013 V ആണ് വരുന്നത്. 7 സീറ്റർ. ഓണർഷിപ്പോ? ഓണർഷിപ്പും 5ാമത്തെ ഓണർ. കിലോമീറ്ററോ? 1,80. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 5,90 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2013 V. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സെയിം 2012 G4 ഇന്റർകൂളർ. ഇന്റർകൂളർ ആണ് വരുന്നത്. 2012. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40. ഇത് 8 സീറ്റ് ആണ് വരുന്നത്. അഡീഷൻ ചെയ്തല്ലോ. ഓക്കെ. 8 സീറ്റ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 6.5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഒരു 5 രൂപ. 5 രൂപ. 4,5. ഈ ഒരു ഇനോവ അത് സെയിം 2012 G4. എത്ര വയ്ക്കുന്നത്? ഇത് 6.5. ഇതോ? അത് 2005 ആണ്. 2005 25 വരെ പേപ്പർ അല്ലേ? എത്ര ചോദ്യം വരുന്നത്? 2,90. മാക്സ് ലോൺ ഒന്നും കയറൂല അല്ലേ? ശ്രീരാമ ഒന്നും കയറൂല. തേർഡ് ലോൺ കയറും. തേർഡ് ലോൺ എടുക്കാതെ ഒന്നുകൂടി ബെറ്റർ ആവാം. അസൽ നമ്മൾ ഓൾമോസ്റ്റ് ബഡ്ജറ്റ് കാറുകളും കുറച്ച് ഇനോവകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 2 എന്തായാലും വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിന്റെ എന്തായാലും കളക്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കോഴിക്കോട് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡ്. പള്ളിക്കൽ ബസാർ കോഴിക്കോട് തന്നെ പറയണം. പള്ളിക്കൽ ബസാർ അല്ലാമീൻ യൂസർ കാറിലുള്ളത്. എന്തായാലും അസൻ ഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.